എല്ലാം തുറന്നു പറയുന്ന ഞാൻ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. ഇനി അത് ഭാരമായിട്ട് ഉള്ളി വെച്ചോണ്ട് നടക്കാൻ പറ്റില്ല. അത് നമ്മുടെ കുഞ്ഞിനെ പോലും ബാധിക്കും. കണ്ണേട്ടനെ വിളിച്ച് വിവരം പറയണ്ടേ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ വീണ്ടും ഒരു മഹാദുരന്തം സംഭവിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, നമ്മുടെ മഹാലക്ഷ്മി രണ്ടും കൽപ്പിച്ച കണ്ണനെ കാണാൻ വീണ്ടും കണ്ണൻ ഇരിക്കുന്ന ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്, ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ കണ്ണൻ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ ഒരു സത്യം കണ്ണേട്ടൻ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിനെ തന്നെയായിരിക്കും ബാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ കണ്ണൻ ഒരു തരി മാറ്റം പോലും ഇല്ല കേട്ടോ. ഈ കണ്ണന്റെ ഈ ഒരു എന്താ പറയാ കഠിനമായിട്ടുള്ള ഒരു സ്വഭാവം കണ്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മി ആകപ്പാടെ സങ്കടപ്പെട്ട് കുറെ കരയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തല കറങ്ങി. അതായത് അനന്തുവിന്റെ വീട്ടിലെത്തുമ്പോൾ, മഹാലക്ഷ്മി തിരികെ വീട്ടിലെത്തുമ്പോൾ അവിടെ മുറ്റത്ത് നിന്ന് തന്നെ തലകറങ്ങി വീഴുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ അനന്തവും ലേഖയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഭയങ്കര ഓടിക്കൂടിയൊക്കെ നോക്കുന്നുണ്ട്. ഇനി കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ, മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? അപ്പൊ തന്നെ ലേഖ അനന്തുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് കണ്ണനെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി കണ്ണന്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ കണ്ണന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതും കണ്ടു തന്നെ അറിയണം കേട്ടോ. കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.